സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. മുന്തിരിത്തോപ്പിലെ സോഫിയ ഭാഗം 3. നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലല്ലോ താമസിക്കുന്നേ? അച്ഛൻ ചോദിച്ചു. അതേ അച്ഛോ. അന്തിയുറങ്ങുന്നതോ? ചോദ്യം കേട്ട് സോളമൻ ഒന്ന് പകച്ചു. 2 മുറികളിലാണച്ചോ? അതെ, അങ്ങനെ തന്നെ വേണം. മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിശുദ്ധിയുടെ പിൻബലത്തോടെ വേണം വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ. എങ്കിലേ അതിന് ശ്രേഷ്ഠത കൈവരൂ. ശരി, നീ ചെല്ല്. സോളമൻ വീണ്ടും ജീപ്പിനടുത്തേക്ക് ചെന്നു. സോഫിയ അപ്പോഴേക്ക് വണ്ടിയിൽ കയറിയിരുന്നു കഴിഞ്ഞിരുന്നു. എന്നതാ അച്ഛൻ പറഞ്ഞേ? അയാൾ ജീപ്പ് സ്റ്റാർട്ടാക്കുമ്പോൾ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. അത്യാവശ്യമാണെങ്കിൽ ഒന്നുമ്മ വയ്ക്കാം, അതിനപ്പുറം കെട്ടിനു മുമ്പ് ഒന്നും പാടില്ലെന്ന് കുസൃതിയോടെ അയാൾ പറഞ്ഞു. അവൾ ലജ്ജയോടെ അയാളുടെ കാലിൽ നുള്ളി. പോ സോളമ. അയാൾ പൊട്ടിച്ചിരിച്ചു. ജീപ്പ് നല്ല വേഗത്തിലാണ് സോളമൻ ഓടിച്ചത്. ജീവിതത്തിൽ ഇത്ര സന്തോഷം അടുത്ത കാലത്തൊന്നും അയാൾ അനുഭവിച്ചിരുന്നില്ല. പാതയ്ക്കിരുവശത്തും മുന്തിരിത്തോട്ടങ്ങളായിരുന്നു. എതിരെ ഒരു ആട്ടിൻപറ്റം വന്നപ്പോൾ അയാൾ വണ്ടിയുടെ വേഗത കുറച്ചു. ആ പഴയ ടാങ്കറിലൂടെ ഒരിക്കൽ കൂടി കിട്ടുമോ? പെട്ടെന്ന് സോഫിയ ചോദിച്ചു. എന്തിനാണ്? മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി. നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാൻ. അയാൾ പൊട്ടിച്ചിരിച്ചു. ഗുഡ്, നീ സോളമന്റെ ഭാര്യയാകേണ്ടവൾ തന്നെ. അയാൾ ഇടത് കൈയെടുത്ത് അവളെ ചേർത്ത് പിടിച്ചു. അവർ ഫാം ഹൗസിൽ ചെന്നപ്പോൾ ആന്റണി കാത്തിരിക്കുകയായിരുന്നു. നീയെപ്പോ വന്നടാ? ജീപ്പിൽ നിന്നിറങ്ങി ആശ്ചര്യത്തോടെ സോളമൻ ചോദിച്ചു. കുറച്ചുനേരമായി. അവന്റെ മ്ലാനമായ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേറുണ്ടെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്താ എന്റെപ്പാ? ഇച്ചാൻ ഇങ്ങോട്ട് വന്നേ. സോളമനെയും കൊണ്ട് ആന്റണി മുന്തിരിത്തോട്ടത്തിന് നേരെ നടക്കുന്നത് നോക്കി സോഫിയ നിന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു. മാത്തച്ഛനുണ്ടായിരുന്നു അവിടെ. എന്തിനാ മാത്തച്ഛൻ ആന്റണി വന്നേ? അവൾ ചോദിച്ചു. ആ കൊച്ചനൊന്നും പറഞ്ഞില്ല. ഇല്ല. മോളുടെ മമ്മി ആശുപത്രിയില്ല. എന്തുപറ്റി? അയാൾ പറഞ്ഞതെല്ലാം കേട്ട് അവൾ സ്തബ്ധനായി നിന്നു. ആ ചെകുത്താൻ, അയാളെ ഞാൻ. അവൾ മുഷ്ടികൾ ചുരുട്ടി. അല്പനേരം കഴിഞ്ഞപ്പോൾ സോളമനും ആന്റണിയും മടങ്ങി വന്നു. സോളമന്റെ മുഖത്തു നിന്ന് സന്തോഷം മുഴുവൻ വാർന്നു പോയിരുന്നു. സോഫിയ, അയാൾ ദുഃഖത്തോടെ വിളിച്ചു. ഞാനെല്ലാം അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അലോഷ്യസ് അച്ഛനോട് ഞാൻ ഇനി എന്ത് ചെന്ന് പറയും? നിരാശയോടെ സോളമൻ കസേരയിലേക്കിരുന്നു. 2 മാസമെങ്കിലും കഴിയാതെ എലിസബത്തിന്റെ മമ്മിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നേ. അതുവരെ ആന്റണി പാതി വെച്ച് നിർത്തി. ഒരു മിന്നി മേടിച്ചുകൊണ്ട് വന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ ഇവളുടെ കഴുത്തിലങ്ങ് കെട്ടുമെടാ. എന്നെ ആരും തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, സോളമൻ ഉച്ചത്തി പറഞ്ഞു. സോളമ. സോഫി അയാളുടെ കൈത്തണ്ടയിൽ അവർത്തി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ആന്റണി. ആന്റപ്പാ, നീ ഇന്ന് തിരിച്ചു പോകുന്നില്ലല്ലോ? സോളമൻ ചോദിച്ചു. പോണമിച്ചാ, നാളെ ക്ലാസ് ഉണ്ട്. നിന്നെ ഞാൻ ബസ് കയറ്റി വിടാം. അതിനു മുമ്പ് എന്തെങ്കിലും മേടിച്ചു കഴിക്ക്. സോളമൻ അയാളുടെ മുറിയിലേക്ക് പോയി. അത് നോക്കി സോഫിയും ആന്റണിയും മാത്തച്ഛനും നിസ്സഹായരായി നിന്നു. സോളമൻ മുറിയിൽ ചെന്നപ്പോൾ മേശപ്പുറത്ത് ഒരു ബ്രേസ്ലെറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അതെടുത്തു നോക്കി. രാവിലെയാണ് മാത്തച്ഛൻ അയാളെ അത് ഏൽപ്പിച്ചത്. ആരുടെയാണത്? എങ്ങനെയാണ് ഫാം ഹൗസിന്റെ മുറ്റത്ത് വന്നത്? അസൽ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. സോളമൻ അതിൽ തന്നെ തുറിച്ചു നോക്കി. നടുക്കുള്ള ഫ്രെയിമിൽ സ്വസ്തിക ചിഹ്നം, ഇരുവശത്തുമായി ചെയിൻ, ഒരറ്റത്ത് കൊളുത്ത്. എന്താണ് സ്വസ്തികയുടെ അർത്ഥം? കോളിംഗ് ബെൽ കേട്ട് ലാസർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ജോബ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വെളിയിൽ. എന്തിനാ നീ വരാൻ പറഞ്ഞത്? നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? സോളമനെ കാണാൻ. അവൻ സ്ഥലത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം അവൻ വണ്ടിയിൽ പോകുന്നത് ഞാൻ കണ്ടു. ആ മോഹം അങ്ങ് വിട്ടേക്കുന്നതല്ലയോ ലാസറെ നല്ലത്? സോളമനെ നിനക്ക് ശരിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ജോബ് അയാളെ നിരുത്സാഹപ്പെടുത്തി. ലാസർ പൊട്ടിച്ചിരിച്ചു. ലാസർ ആരാണെന്ന് നിനക്കും അറിയത്തില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെ പേടിക്കുന്നത്. ചെന്ന് വണ്ടി കയറ്. ലാസർ വാങ്ങിയൊരു പുതിയ കാർ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അത്രയും വലിയൊരു കാർ മുമ്പ് ജോബ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജോബ് ചെന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് വലിയ സീറ്റിലിരുന്നു. കാറിനുള്ളിൽ ഒരു പുത്തൻ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ലാസർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അയാളുടെ കൈത്തണ്ടയിൽ കിടന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് ജോബ് കണ്ടത്. കളഞ്ഞുപോയ ബ്രേസ്ലെറ്റ് തിരിച്ചു കിട്ടിയോ? ആശ്ചര്യത്തോടെ ജോബ് ചോദിച്ചു. ഇല്ല, ഇത് പുതിയതാ, നിസ്സാരമട്ടിൽ ലാസർ പറഞ്ഞു. കണ്ടിട്ട് മറ്റേതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അതെ, ഈ സ്വസ്തിക ചിഹ്നം എന്റെ ഭാഗ്യചിഹ്നമാ. ഞാനിത് കയ്യിൽ ധരിക്കാൻ തുടങ്ങിയ ശേഷമാ എന്റെ ഭാഗ്യം തെളിഞ്ഞത്.
പിന്നീട് എനിക്ക് വച്ചടി വച്ചടി കയറ്റമാ. ലാസർ നല്ല വേഗത്തിൽ വണ്ടി വിട്ടു. ഞാൻ കാറിലിരുന്നോളാം, സോളമന്റെ അടുത്തേക്ക് നീ മാത്രം പോയാൽ മതി, ജോബ് പെട്ടെന്ന് പറഞ്ഞു. പോരാ, നീയും വരണം. അവനെ ഞാനെങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നീ കാണണം. അതെനിക്കൊരു രസമാ. ജയിക്കുമ്പോൾ അത് കാണാൻ കാണികൾ വേണം. ലാസർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. മുന്തിരിത്തോട്ടത്തിന്റെ അതിർത്തിയിൽ കാർ എത്തി. പിന്നെ വളരെ സാവധാനത്തിലാണ് ലാസർ വണ്ടി ഓടിച്ചത്. വിളഞ്ഞു പഴുക്കാറായ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ലാസറിന്റെ കണ്ണുകൾ തിളങ്ങി. ഈ തോട്ടം, അതിലൊരു രാജകുമാരി. ഞാനിവിടെ വാഴും ജോബ്, താഴ്ന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. തോട്ടത്തിന്റെ വാതിലിനും വെളിയിൽ ചെന്ന് കാർ നിന്നു. ആദ്യം ലാസറും പിന്നാലെ ജോബും വണ്ടിയിൽ നിന്നിറങ്ങി. കൂസൽ കൂടാതെ ഫാം ഹൗസിന്റെ അടുത്തേക്ക് ലാസർ ചെന്നു. നിഴൽ പോലെ ജോബും. സോഫിയ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലാസർ അവളെ നോക്കി പുഞ്ചിരിച്ചു. സോളമൻ വന്നില്ലേ സോഫിയ? കഴിയുന്നത്ര മൃദുവായി അയാൾ ചോദിച്ചു. വന്നിട്ടുണ്ട്, വിളിക്കാം. അവൾ അകത്തേക്ക് കയറിപ്പോയി. ലാസറും ജോബും മുറ്റത്ത് കാത്തുനിന്നു. സോളമൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ജീൻസും ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. സോളമൻ ലാസറെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലാസർ അയാളുടെ നേരെ കൈനീട്ടി. എന്റെ പേര് ലാസർ. നീട്ടിയ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റിലെ സ്വസ്തിക ചിഹ്നം കണ്ട് സോളമൻ ഒന്ന് പകച്ചു. ലാസറെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. സോളമൻ ഓർമ്മയിൽ പരതി. കണ്ടു കാണും. ഞാൻ മൈസൂരിൽ വന്നിട്ട് 6 മാസത്തിലേറെയായി. സോളമനെ 2-3 തവണ ഞാൻ മാർക്കറ്റിൽ വെച്ചു മാറ്റി കണ്ടിട്ടുണ്ട്. ലാസർ പുഞ്ചിരിച്ചു. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. സോളമൻ ക്ഷണിച്ചു. അവർ സ്വീകരണ മുറിയിലേക്ക് കയറി. ഇരിക്കൂ. സോളമൻ എന്നെ പരിചയം കാണത്തില്ല, പക്ഷെ എന്റെ അപ്പനെക്കുറിച്ച് ചിലപ്പോ കേട്ട് കാണും. സക്കറിയാസ് പെരുന്തോട്ടം. സോളമന്റെ ഓർമ്മയിൽ ആ പേര് മിന്നി. എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് പപ്പ ഈ മുന്തിരിത്തോട്ടം വാങ്ങിയതെന്നും പറഞ്ഞിട്ടുണ്ട്. ലാസർ പുഞ്ചിരിച്ചു. കുട്ടിക്കാലത്ത് ഈ തോട്ടത്തിലെ കുറെ മുന്തിരിപ്പഴം തിന്നവനാണ് ഞാൻ. നാവിലെ ആ മധുരം ഇപ്പോഴും മാഞ്ഞുപോയിട്ടില്ല. പക്ഷെ കുതിരപ്പന്തയത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഈ തോട്ടവും അപ്പന് കൈവിടേണ്ടി വന്നു. സോളമൻ മിണ്ടിയില്ല. കർണാടകത്തിൽ തന്നെ അപ്പന് പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. കമുകിൻ തോട്ടം, ഹോട്ടൽ, പഴസംസ്കരണ ഫാക്ടറി, സോപ്പ് കമ്പനി എല്ലാം വിട്ടുതുറച്ചു. അതെല്ലാം വീണ്ടും സ്വന്തമാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് 2 കൊല്ലം മുമ്പ് പപ്പ മരിച്ചത്. സോളമൻ പെട്ടെന്ന് ജാഗരൂകനായി. എന്താണ് ലാസറിന്റെ വരവിന്റെ ഉദ്ദേശം? എനിക്കത് പറ്റുമെന്ന് അപ്പന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഈ മുന്തിരിത്തോട്ടം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നല്ല വില കൊടുത്ത് തന്നെ ഞാൻ തിരികെ വാങ്ങുകയും ചെയ്തു. ലാസർ വീണ്ടും പുഞ്ചിരിച്ചു. ഞാനെന്തിനാണ് വന്നതെന്ന് സോളമന് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സോളമൻസ് വൈൻയാർഡ് എന്ന ഈ മുന്തിരിത്തോട്ടം എന്നിൽ നിന്ന് വിലക്കി വാങ്ങുവാൻ ലാസർ ആഗ്രഹിക്കുന്നു, അല്ലേ? സോളമൻ ചോദിച്ചു. അതെ. ഇതുകൂടി കിട്ടിയാൽ എന്റെ അപ്പന് മരണക്കിടക്കയിൽ വെച്ച് കൊടുത്ത വാഗ്ദാനം എനിക്ക് പാലിക്കാൻ കഴിയും. അപ്പന്റെ ആത്മാവ് തൃപ്തനാകും. വിലയ്ക്ക് തന്നെ ഈ തോട്ടം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. നിഷേധാർത്ഥത്തിൽ സോളമൻ തലയാട്ടി. ഈ മുന്തിരിത്തോട്ടം വിറ്റുകളയരുത് എന്നൊന്നും എന്റെ പപ്പ മരണക്കിടക്കിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ലാസറെ, ഈ തോട്ടം വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശാന്തമായ സ്വരത്തിൽ സോളമൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്ത് വില ചോദിച്ചാലും സോളമന് ഞാൻ അത് തരും, വിലപേശൽ കൂടാതെ. ഇതുകൂടി കിട്ടിയാൽ എനിക്ക് പിന്നെ ഒന്നും നേടാനില്ല. സോറി ലാസർ, ഇക്കാര്യത്തിനു വേണ്ടി നമ്മളിനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അവസാന വാക്കുന്നതുപോലെ സോളമൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു ട്രേയിൽ 2 കപ്പ് കാപ്പിയുമായി സോഫിയ അവിടേക്ക് വന്നത്. കാപ്പിയുമായി അവൾ ലാസറിന്റെ മുമ്പിലേക്ക് ചെന്നു. മുഖമുയർത്തി അവളെ ഒന്ന് നോക്കിയിട്ട് അയാൾ ഒരു കപ്പ് കാപ്പിയെടുത്തു. ജോബും കാപ്പിയെടുത്തു. സോളമന്റെ വൈഫാണോ? അവളെ ഉദ്ദേശിച്ച് ലാസർ സാധാരണ മട്ടിൽ ചോദിച്ചു. ഇവൾ സോഫിയ, എന്റെ വൈഫാകാൻ പോകുന്ന പെണ്ണാണ്. ലാസറിന്റെ നോട്ടം കണ്ടപ്പോൾ സോഫിയയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ അകത്തേക്ക് പോയി. കെട്ടുന്നതിന് മുമ്പേ ആളിനെ ഇങ്ങ് കൊണ്ടുവന്നോ? തമാശ പോലെ ലാസർ ചോദിച്ചു. ഉവ്, ഒരു പ്രത്യേക സ്വഭാവക്കാരനാ ഞാൻ. അതൊരു മുന്നറിയിപ്പായിരുന്നു. ലാസറിന് അത് മനസ്സിലാവുകയും ചെയ്തു. ഞാനും ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. മട്ടാഞ്ചേരിയാണ് എന്റെ പ്രവർത്തന കേന്ദ്രമെങ്കിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും എനിക്ക് കണക്ഷനുണ്ട്. കാരണം നേരെ ചൊവ്വയുള്ള ബിസിനസ്സല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു വാക്കു പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറെ ചെറുപ്പക്കാർ എന്റെ കസ്റ്റഡിയിലുണ്ട്. സോളമൻ അത് കേട്ട് പുഞ്ചിരിച്ചു. മുമ്പൊരിക്കൽ ലാസർ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? ഉവ്, അന്ന് സോളമൻ ഇല്ലായിരുന്നു. ചെയിൻ പൊട്ടിപ്പോയ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ജീൻസിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് സോളമൻ അയാളെ കാണിച്ചു. ഇത് നിങ്ങളുടേതാണോ? ലാസർ അത് വാങ്ങി നോക്കി. അതെ, ഇതെന്റേതാണ്. എവിടെല്ലാം തിരഞ്ഞെന്നറിയാമോ? എവിടെ നിന്ന് കിട്ടി? ആശ്ചര്യഭാവത്തിൽ അയാൾ ചോദിച്ചു.
എന്റെ തോട്ടത്തിൽ ആരതിക്രമിച്ച് കടന്നാലും ഒരടയാളം ഇട്ടിട്ടേ അവർക്ക് തിരിച്ചു പോകാൻ കഴിയൂ. ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളൂ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. സോളമൻ എഴുന്നേറ്റു. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ലാസറിന് മനസ്സിലായി. കാപ്പിക്കപ്പ് വെച്ചിട്ട് അയാളും എഴുന്നേറ്റു. അപ്പോൾ ഈ തോട്ടം എനിക്ക് തരില്ല? ഇല്ല സഹോദര, എന്റെ അപ്പൻ എനിക്ക് കൈമാറിയ ഈ തോട്ടം വേറൊരാൾക്ക് കൈമാറാൻ എനിക്കുദ്ദേശമില്ല. ഇനി ഇക്കാര്യത്തിന് വേണ്ടി വരണമെന്നുമില്ല. ഞാൻ വരും സോളമൻ, നിങ്ങളുടെ മനസ്സ് മാറുന്നതുവരെ. ലാസർ അങ്ങനെയാണ്, ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ളവനാണ്. സോളമനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അയാൾ ജോബിനെയും കൊണ്ട് കാറിൽ കയറി ഓടിച്ചുപോയി. കൂസൽ കൂടാതെ സോളമൻ അത് നോക്കി നിന്നു. എന്തിനാ അയാൾ വന്നത്? പിന്നിൽ സോഫിയയുടെ ചോദ്യം കേട്ട് സോളമൻ തിരിഞ്ഞു നിന്നു. നമ്മുടെ ഈ തോട്ടം വിലയ്ക്ക് വാങ്ങാൻ. അവൾ ഞെട്ടി. ഞാൻ കൊടുക്കുമോ? വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. വരട്ടെ, എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് പേടി തോന്നുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവളുടെ കണ്ണുകളിൽ നിഴലിച്ച ഭീതി അയാൾ കണ്ടു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ബലിഷ്ഠമായ കൈക്കൊള്ളിൽ നിർത്തിക്കൊണ്ട് സോളമൻ അവളോട് പറഞ്ഞു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നിന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. സോളമന്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് സോഫിയ മുഖം ചേർത്ത് വെച്ചു. മോളെ. കിടക്കയിൽ കിടന്നുകൊണ്ട് റോസി വിളിച്ചു. എലിസബത്ത് അപ്പോൾ കിച്ചണിലായിരുന്നു. അവൾ വേഗം മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മമ്മി? നിന്റെ ഡാഡി പോയോ? ദാ ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ. രാവിലെയാണ് റോസിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. കിടക്കയിൽ തന്നെ ഇനി കുറഞ്ഞത് 45 ദിവസം. നീ ഇവിടെ ഇരിക്കേ. കട്ടിലിന്റെ വക്കിൽ എലിസബത്ത് ഇരുന്നു. ആൻ്റപ്പനെ നീ കണ്ടോ? വിവരം അറിഞ്ഞപ്പോൾ സോളമനീച്ചാനും സോഫിയും വളരെ വിഷമിച്ചു. മമ്മിയുടെ കാര്യമോർത്താ. നടക്കാറായാൽ ഞാൻ ഇവിടുന്ന് പോകും, നിന്നെയും കൊണ്ട്. മമ്മി പറഞ്ഞത് കേട്ട് അവൾ തലതിരിച്ചു നോക്കി. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. സോഫിയയുടെ പപ്പ ജീവിച്ചിരിപ്പില്ലേ? മോളിൽ കെട്ട് പുള്ളിയല്ല നടത്തി കൊടുക്കേണ്ടത്. ഞെട്ടലോടെ റോസി അവളെ നോക്കി. അതിനയാൾ എന്റെ മോളെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അംഗീകരിക്കാതെ പറ്റത്തില്ലല്ലോ. എലിസബത്തിന് വാശിയായി. അവൾ എഴുന്നേറ്റ് സോഫിയയുടെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിന്റെ ചുവട്ടിലൊരു പഴയ തകരപ്പെട്ടിയുണ്ട്. സോഫിയ അവളുടെ സ്വകാര്യ വസ്തുക്കളെല്ലാം അതിലാണ് സൂക്ഷിക്കാറുള്ളത്. പെട്ടി തുറന്ന് എലിസബത്ത് കറുത്ത പുറഞ്ചട്ടയുള്ള ഒരു പഴയ ഡയറി തുറന്നു. ഡയറിക്കുള്ളിൽ നിറം മങ്ങി തുടങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുണ്ടായിരുന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ ആയിരുന്നു അത്. ഫോട്ടോയുമായി അവൾ റോസിയുടെ അടുത്തേക്ക് ചെന്നു. ഫോട്ടോ വാങ്ങി റോസി നോക്കി. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നനഞ്ഞു. MDക്ക് പഠിക്കുമ്പോഴാണ് ഡോക്ടർ ഈ ഫോട്ടോ എനിക്ക് തന്നത്. എവിടെ ഇരിക്കുമായിരുന്നു അത്? സോഫിയയുടെ ഡയറിയിൽ. അവളിത് പൊന്നുപോലെ സൂക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്തു നോക്കി നെടുവീർപ്പിടുമായിരുന്നു. റോസി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഡാഡിയെ കാണുമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അവളെ കാണിക്കാൻ ഒരിക്കൽ ഞാൻ കൊണ്ടുപോയി. അവൾക്കന്ന് 7 വയസ്സാണ്. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോയ സമയത്താ. നിന്റെ ഡാഡി അന്ന് ജബൽപൂരിലാ. എന്നിട്ട് കണ്ടോ ആളിനെ? കണ്ടു. അറിയുന്ന മട്ട് കാണിച്ചില്ല. മേലിൽ വന്നു പോകരുതെന്ന് ഒരു ഉത്തരവും. അന്ന് മുഴുവൻ സോഫിയ കരച്ചിലായിരുന്നു. ഇപ്പോഴെവിടെയുണ്ട് ആൾ? എറണാകുളത്ത് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക. മിടുക്കനായ പീഡിയാട്രീഷ്യനാണ് ഡോക്ടർ ജേക്കബ് ജോൺ. 2 ആൺമക്കൾ. വൈഫും ഡോക്ടറാ. ഡോക്ടർ ജേക്കബ് ജോൺ. എന്തോ ഓർത്ത് എലിസബത്ത് മന്ത്രിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സോളമൻ തോട്ടത്തിലേക്ക് പോകാൻ തയ്യാറായി. ഷർട്ടിനു മീതെ അയാൾ ഒരു വൂളൻ സ്വെറ്റർ ധരിച്ചിരുന്നു. പതിവിലേറെ തണുപ്പുണ്ടായിരുന്നു പ്രഭാതത്തിന്. സോഫിയ അയാളുടെ അടുത്തു വന്ന് നിന്നു. അവൾക്കെന്തോ പറയാനുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. എന്താ സോഫിയ? എത്ര നാൾ ഞാനിങ്ങനെ? അവൾ ഉദ്ദേശിച്ചത് അയാൾക്ക് മനസ്സിലായി. മമ്മിയുടെ കാല് ഭേദമായി നടക്കാറാവുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പോൾ പൈലോക്കാരനെ കൊന്നിട്ടാണെങ്കിലും മമ്മിയെ ഞാനിങ്ങ് കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ കെട്ട് നടത്തും. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ സോളമൻ അടുത്തേക്ക് ചെന്ന് 2 കൈകളും അവളുടെ ചുമലിൽ വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സോളമന്റെ സ്വഭാവത്തിന് നിരക്കാത്തതാണ് ഈ ക്ഷമയും കാത്തിരിപ്പും. വെട്ടൊന്ന് തുണ്ടം 2 എന്നതാണ് എന്റെ പോളിസി. പക്ഷേ നിന്റെ കാര്യത്തിൽ മാത്രം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മാത്രം മതി നിന്നെ സ്വന്തമാക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. അത്രയ്ക്ക് പരിഭാവനമായ ഒരു ബന്ധമായിരിക്കണം നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. മനസ്സിലായി എന്ന മട്ടിൽ അവൾ മെല്ലെ തലകുലുക്കി. ഏതെങ്കിലും ജ്വല്ലറി ഷോപ്പിൽ ചെന്ന് ഒരു മിന്നു മേടിച്ച് പള്ളിയുടെ മുമ്പിൽ ചെന്ന് ഒരു കൂടി മെഴുകുതിരി കൊളുത്തി അവിടെ വെച്ച് വേറെ ആരുടെയും സാന്നിധ്യമില്ലാതെ തന്നെ
നിന്റെ കഴുത്തിൽ എനിക്ക് നൂല് കെട്ടാം. ഞാനതിനൊരുക്കവുമാണ്. പക്ഷേ വേണ്ട സോഫിയ, നമുക്ക് 1-2 മാസം കൂടി കാത്തിരിക്കാം. അത് മതി. അവളുടെ കവിളിൽ ഒന്ന് തലോടിയിട്ട് സോളമൻ ജീപ്പിൽ കയറി മുന്തിരിത്തോട്ടത്തിലേക്ക് ഓടിച്ചുപോയി. അന്നത്തെ തപാലിൽ സോളമന്റെ കെയർ ഓഫിൽ സോഫിയയ്ക്ക് ഒരു കത്ത് വന്നു. കവറിന്റെ പുറത്ത് മേൽവിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത് എലിസബത്ത് അയച്ചതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സോഫിയ തിടുക്കത്തിൽ കവർ പൊളിച്ചു. ഒരു ഫോട്ടോയും കത്തുമാണ് അതിലുണ്ടായിരുന്നത്. അവളുടെ ഡാഡിയുടെ ഫോട്ടോ ആയിരുന്നു അത്. കത്തവൾ ആകാംക്ഷയോടെ വായിച്ചു നോക്കി. അവൾ കിച്ചണിലേക്ക് ഓടിച്ചെന്നു. ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴിക്കുകയായിരുന്നു മാത്തച്ഛൻ. മാത്തച്ചായ, ഇതാരാണെന്ന് മനസ്സിലായോ? അയാളെ ഫോട്ടോ കാണിച്ച് അവൾ ചോദിച്ചു. ആരാ? അയാൾക്ക് മനസ്സിലായില്ല. എന്റെ ഡാഡി, ഡോക്ടർ ജേക്കബ് ജോൺ. മാത്തച്ഛൻ ആ ഫോട്ടോ വാങ്ങി കൗതുകത്തോടെ നോക്കി. ഡാഡിയുടെ സൗന്ദര്യമാ മോൾക്ക് കിട്ടിയേക്കുന്നേ. പക്ഷെ ഡാഡി എനിക്ക് സ്നേഹം മാത്രം തന്നില്ല. സോളമൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതും നോക്കി സോഫിയ ഗേറ്റിന്റെ അടുത്ത് പോയി വഴിക്കണ്ണുമായി നിന്നു. അയാളുടെ ജീപ്പ് അകലിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ അവൾ വേഗം ഗേറ്റ് മലർക്കെ തുറന്നു. സോളമൻ ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സോഫിയ ഓടിച്ചെന്നു. ഒരു വിശേഷമുണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്താണെന്ന് അർത്ഥത്തിൽ അയാൾ അവളെ നോക്കി. എലിസബത്തിന്റെ കത്ത് വന്നു. കയ്യിൽ വെച്ചിരുന്ന കവർ അയാൾക്ക് കൊടുത്തു. അയാൾ ഫോട്ടോ എടുത്ത് അതിലിട്ടു നോക്കി. എന്റെ ഡാഡിയാ, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, നീ പറഞ്ഞിട്ടുള്ള ഡോക്ടർ? സോളമൻ ആ കത്ത് വായിച്ചിട്ട് തല ഉയർത്തി അവളെ നോക്കി. ശരിയാണ്, നമുക്ക് ചെന്ന് ഡോക്ടർ ജേക്കബ് ജോണിനെ ഒന്ന് കണ്ടാലോ? പ്രതീക്ഷയോടെ അയാൾ ചോദിച്ചു. പുള്ളി ഫാമിലിയായിട്ട് താമസിക്കുമല്ലേ? ഞാൻ കൂടി വന്നാൽ പേടിച്ചു പോകും. സോളമൻ മാത്രമായിട്ട് പോയാൽ മതി, അവൾ പറഞ്ഞു. പോകാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും ഒരു പിടിവലിയാണ്, ഉപേക്ഷിക്കാൻ പറ്റില്ല. പിറ്റേന്ന് തന്നെ സോളമൻ എറണാകുളത്തിന് പുറപ്പെട്ടു. ഡോക്ടർ ജേക്കബ് ജോൺ നടത്തുന്ന മരിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം നേരിട്ടില്ല. സോളമൻ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പേഴ്സണലായി ഡോക്ടറെ ഒന്ന് കാണാനാണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. ഡ്യൂട്ടി നഴ്സ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. കടവന്ത്രയിലെ മനോഹരമായ ഒരു നീല കെട്ടിടത്തിന്റെ മുമ്പിൽ ടാക്സി നിന്നു. ഗേറ്റ് തുറന്ന് സോളമൻ അകത്തേക്ക് കയറി ചെന്നു. വിശാലമായ മുറ്റം, ധാരാളം ചെടികൾ, പോർച്ചിൽ 2 കാറുകൾ. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ സുന്ദരിയായ ഒരു മധ്യവയസ്ക വന്ന് വാതിൽ തുറന്നു. ചുമലപ്പം മുറിച്ച മുടിയും ലിപ്സ്റ്റിക്കിട്ട ചുണ്ടുകളുമുള്ള ആ സ്ത്രീ അയാളെ സൂക്ഷിച്ചൊന്നു നോക്കി. ആരാണ്? ഞാൻ സോളമൻ, മൈസൂരിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വരുന്നു. ഡോക്ടറെ എന്ന് വിളിക്കൂ, അധികാരസ്വരത്തിൽ അയാൾ പറഞ്ഞു. സോളമന്റെ മട്ടും സംസാരവും ഒന്നും ഡോക്ടർ മരിയയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ലല്ലോ, ആരാ നിങ്ങൾ? ഗൗരവഭാവത്തിൽ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പേര് സോളമൻ, മൈസൂരിൽ നിന്ന് വരുന്നു. എന്തിന്? എനിക്ക് ഡോക്ടർ ജേക്കബ് ജോണിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പ്ലീസ് ഒന്ന് വിളിക്കൂ. ഡോക്ടർക്ക് വീട്ടിൽ കൺസൾട്ടേഷൻ ഇല്ല. മാത്രമല്ല, കുട്ടികളെ മാത്രമേ ഡോക്ടർ പേഷ്യൻസായി സ്വീകരിക്കൂ, അവർ പറഞ്ഞു. ഞാൻ കൺസൾട്ടേഷന് വന്നതല്ല, വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനാണ്. ഡോക്ടറുടെ വൈഫാണോ? അവരെ ഉദ്ദേശിച്ച് സോളമൻ ചോദിച്ചു. അതെ. എന്ത് പേഴ്സണൽ കാര്യമാണ് നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കാനുള്ളത്? അത് ഡോക്ടറോട് മാത്രമേ പറയാൻ പറ്റൂ. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ല, ക്ലബിലാണ്. വരുമ്പോ വൈകും. ഏത് ക്ലബിലാണ് ഡോക്ടർ പോയേക്കുന്നേ? ലോട്ടസ് ക്ലബിലാണ്. അപ്പോഴാണ് 17-15 വയസ്സ് തോന്നിക്കുന്ന 2 ആൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. മമ്മി, ഞങ്ങൾ ജോണങ്ങളിന്റെ വീട്ടിൽ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞേ വരൂ. പോർച്ചിൽ വെച്ചിരുന്ന സൈക്കിൾ എടുത്ത 2 പേരും അതിൽ കയറി പുറത്തേക്ക് പാഞ്ഞു. ഡോക്ടറുടെ മക്കളാ? സോളം ചോദിച്ചു. അതെ. 3-4 വർഷം മുമ്പേ ഡോക്ടർ ജേക്കബ് ജോൺ കെട്ടിയിരുന്നെങ്കിൽ 20 വയസ്സുള്ള ഒരു മകൾ ഇപ്പോൾ കാണുമായിരുന്നു, അല്ലേ? ചോദ്യം കേട്ട് ഡോക്ടർ മരിയ അയാളെ പകച്ചു നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതാ ഡോക്ടറെ. പക്ഷേ 2 ആൺമക്കളോടൊപ്പം ഒരു മോളും കൂടി വേണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലയോ? സത്യം പറ, ആരാ നിങ്ങൾ? സംശയത്തോടെ ഡോക്ടർ മരിയ ചോദിച്ചു. പറഞ്ഞില്ലേ, സോളമൻ, ഫ്രം മൈസൂർ. അയാൾ കൂടുതലൊന്നും പറയാതെ ചെന്ന് ടാക്സിയിൽ കയറി. നമുക്ക് പോകാം, ലോട്ടസ് ക്ലബ്ബ്. കാർ നീങ്ങി തുടങ്ങിയപ്പോൾ സോളമൻ പിന്തിരിഞ്ഞു നോക്കി. നിശ്ചലയായ ഡോക്ടർ മരിയ നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജേക്കബ് ജോണിന് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയമുണ്ടായിരുന്നുവെന്നും ആ സ്ത്രീയിൽ ഒരു മകൾ ജനിച്ചിട്ടുണ്ടെന്നും ഭാര്യയ്ക്ക് അറിയാതിരിക്കുമോ? ചുറ്റിനും മതിലും മുറ്റത്ത് പൂന്തോട്ടവും 4-5 കെട്ടിടങ്ങളും തുറസായ കളിസ്ഥലങ്ങളുമുള്ള വലിയ ക്ലബ്ബായിരുന്നു ലോട്ടസ്. ഡോക്ടർ ജേക്കബ് ജോണിനെ കാണാൻ വന്നതാണ് ഞാൻ, റിസപ്ഷനിലുണ്ടായിരുന്ന മധ്യവയസ്കയോട് അയാൾ പറഞ്ഞു. അവർ ഇന്റർകോമിന്റെ റിസീവർ എടുത്തു. ആരാണെന്ന് പറയണം? അവർ ചോദിച്ചു. സോളമൻ എന്ന് പറഞ്ഞാൽ മതി.
അവർ ഒരു നമ്പർ ഡയൽ ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് സോളമന് നേരെ റിസീവർ നീട്ടി. ഡോക്ടറോട് സംസാരിക്കൂ. അയാൾ റിസീവർ വാങ്ങി. ഹലോ, ആരാ നിങ്ങൾ? എന്താണ് വേണ്ടത്? അക്ഷമയാണ് അയാളുടെ സ്വരത്തിലുണ്ടായിരുന്നത്. എൻ്റെ പേര് സോളമൻ എന്നാണ്. മൈസൂരിൽ നിന്ന് ഡോക്ടറെ കാണാനായി മാത്രം വന്നതാണിവിടെ. വീട്ടിൽ പോയിരുന്നു. വൈഫാണ് പറഞ്ഞത് ഡോക്ടർ ഇവിടെയുണ്ടെന്ന്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം. ഇറ്റ് ഈസ് സീരിയസ് ആൻഡ് അർജന്റ്. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. തിങ്കളാഴ്ച രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരൂ. അതുവരെ എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് എനിക്ക് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കേണ്ടി വരും. അതിലും നല്ലത്. ഭീഷണിയുടെ ചെറിയ മുഴക്കമുഴായിരുന്നു സോളമന്റെ വാക്കുകളിൽ. പഴയ ചില കഥകൾ കേൾക്കാൻ അവർക്ക് താല്പര്യം കാണും, പ്രത്യേകിച്ച് റോസി ആന്ത്രപ്പേർ എന്നു പേരുള്ള നഴ്സിംഗ് സ്റ്റുഡന്റിനെ കുറിച്ചാകുമ്പോൾ. ഡോക്ടർ ജേക്കബ് ജോൺ ഞെട്ടിക്കാണുമെന്ന് സോളമന് തോന്നി. ഒരു നിമിഷത്തെ നിശബ്ദത. ഫോൺ ഷീലയ്ക്ക് കൊടുക്ക്. പെട്ടെന്ന് നിർദ്ദേശം വന്നു. സ്വരത്തിന് നല്ല മൃദുത്വമുണ്ടായിരുന്നു അപ്പോൾ. ഷീലയുടെ നേർക്ക് സോളമൻ റിസീവർ നീട്ടി. ഡോക്ടർ അവരോട് എന്തോ സംസാരിച്ചു. അവർ തലകൂട്ടിയിട്ട് റിസീവർ വെച്ചു. നേരെ ചെന്നോളൂ. മുകളിലത്തെ നിലയിൽ 17-ാം നമ്പർ മുറി. അയാൾ റിസപ്ഷനിൽ നിന്നിറങ്ങി വെളിയിൽ വന്ന് ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ കയറി. പുറത്ത് ടെന്നീസ് കോർട്ടിൽ 2 ചെറുപ്പക്കാർ കളിക്കുന്നുണ്ടായിരുന്നു. താഴെ ഏതോ മുറിയിൽ ഒന്നിച്ചുള്ള പൊട്ടിച്ചിരികൾ കേട്ടു. 17-ാം നമ്പർ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. സോളമൻ വാതിലിൽ മൃദുവായി മുട്ടി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ബ്രൗൺ നിറമുള്ള കോഡ്രോയ് ജീൻസും വെള്ള ടീഷർട്ടും ധരിച്ച സുമുഖനായ ഒരു മധ്യവയസ്കനാണ് പ്രത്യക്ഷപ്പെട്ടത്. ആട്ടിത്തമുള്ള തലയെടുപ്പ്, തുളഞ്ഞു കയറുന്ന കണ്ണുകൾ, നരച്ച കൃതാവുകൾ, ഷേവ് ചെയ്തു മിനുസമായ കവിളുകൾ. അകത്തേക്ക് വാ, അയാൾ പറഞ്ഞു. സോളമൻ മുറിയിലേക്ക് കയറി. ഡോക്ടർ ജേക്കബ് ജോൺ പെട്ടെന്ന് വാതിലടച്ചു. കിടക്കയും സെറ്റിയും സോഫയും അത്യാവശ്യം മറ്റു ഫർണിച്ചറുകളുമുള്ള വിശാലമായ മുറിയായിരുന്നു അത്. മേശപ്പുറത്ത് വോഡ്ഗയുടെ കുപ്പിയും സോഡയും 2 മുറിച്ച നാരങ്ങയും പാതിയൊഴിഞ്ഞ ഗ്ലാസും പ്ലേറ്റിൽ വറുത്ത കശുവണ്ടി പരിപ്പും ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒട്ടും ദാക്ഷിണ്യമില്ലാതെ അയാൾ ചോദിച്ചു. MD ഡോക്ടർ മണിപ്പാലിൽ പഠിച്ചിരുന്ന കാലത്ത് നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന റോസി ആന്ത്രപ്പേരിൽ തങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന് ഇപ്പോൾ 20 വയസ്സുണ്ട്. ഡോക്ടർ അവളെ മകളായി അംഗീകരിക്കണം. അയാൾ സോളമനെ ഒന്ന് തുറിച്ചു നോക്കി. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? എത്രയാ നിങ്ങളുടെ ഡിമാൻഡ്? 1000-ങ്ങളോ അതോ ലക്ഷങ്ങളാണോ? പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. ഡോക്ടറെ, ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ല ഞാൻ വന്നത്. റോസി ആന്ത്രപ്പേർ ഇപ്പോൾ റോസി പൈലോക്കാരനാണ്. രണ്ടാനപ്പൻ ഡോക്ടറുടെ മകളായ സോഫിയയെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം. അയാളൊന്നും മിണ്ടാതെ സോളമനെ നോക്കി നിന്നതേയുള്ളൂ. ബാംഗ്ലൂരിൽ അവരുടെ തൊട്ടടുത്ത വീട് എന്റേതാണ്. അടുത്ത കാലത്താണ് അവർ താമസം മാറി അവിടെ വന്നത്. സോഫിയയോട് എനിക്കിഷ്ടം തോന്നി. കഷ്ടപ്പാടുകളിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളെ കെട്ടാൻ എനിക്ക് ഡോക്ടറുടെ അനുവാദം വേണം. അത്രയുള്ളോ? അനുവാദം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറഞ്ഞാൽ പോരാ. മൈസൂരിൽ എനിക്കൊരു മുന്തിരിത്തോട്ടമുണ്ട്. അവിടുത്തെ പള്ളിയിൽ വെച്ചാണ് കെട്ട് നടത്തേണ്ടത്. അവിടെ വന്ന് വികാരിയച്ഛനുമായ ഡോക്ടർ സംസാരിക്കണം. ഒപ്പം നിന്ന് കല്യാണം നടത്തി തരണം. ഇമ്പോസിബിൾ. എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുമുണ്ട്. നിങ്ങൾ ദയവായി പോകണം. ഡോക്ടർ, അങ്ങനെ പറയരുത്. ഡോക്ടറുടെ അന്തസ്സോ പദവിയോ കുടുംബമോ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയും അറിയിക്കാതെ ഡോക്ടർ അവിടെ വരെ ഒന്ന് വന്നാൽ മതി. സോഫിയ സ്വന്തം മകളാണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി. കെട്ട് നടക്കുമ്പോൾ അവിടെ ഒന്ന് നിന്നാ മാത്രം മതി. സോളമന്റെ അഭ്യർത്ഥന ചെവിക്കൊള്ളാൻ ഡോക്ടർ ജേക്കബ് ജോൺ തയ്യാറായിരുന്നില്ല. അത് സ്വാഭാവികമാണെന്ന് സോളമന് തോന്നുകയും ചെയ്തു. നയത്തോടെയുള്ള സമീപനമാണ് നല്ലത്. ഭീഷണി വേണ്ട. അത് ചിലപ്പോൾ വിപരീതമായ ഫലമേ ചെയ്യും. ഡോക്ടർക്ക് ഒരു മകളുണ്ടെന്ന കാര്യം വൈഫിനറിയാമോ? ഇല്ല. പക്ഷെ മാരേജിന് മുമ്പ് ഒരു പെണ്ണുമായി എനിക്ക് അഫെയർ ഉണ്ടായിരുന്നു എന്ന് മരിയയ്ക്ക് സംശയമുണ്ട്. എന്തായാലും എനിക്ക് പിന്നിലേക്ക് നടക്കാൻ പറ്റില്ല. സോളമൻ പോകൂ. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. ഇതൊരു റിക്വസ്റ്റ് ആണ്. സോളമൻ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഡോക്ടറുടെ ചായയാണ് സോഫിയയ്ക്ക്. അയാൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ടീപ്പോയ്മേൽ വെച്ചു. ഡോക്ടർ നന്നായി ആലോചിക്കുക. തെറ്റ് തിരുത്തമെന്ന ആഗ്രഹം തോന്നിയാൽ അറിയിക്കണം. എന്റെ അഡ്രസ്സ് ഇതിലുണ്ട്. അയാൾ മെല്ലെ വാതിൽ തുറന്ന് മുറിയിൽ നിന്നിറങ്ങി സ്റ്റെയർ കേസിന് നേരെ നടന്നു. ഡോക്ടർ ആ വിസിറ്റിംഗ് കാർഡ് എടുത്തു നോക്കി. പിന്നെ അത് ചെറിയ കഷ്ണങ്ങളായി കീറി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് ഗ്ലാസ് എടുത്ത് വോഡ്ക ഒറ്റ ഉറുപ്പിൽ കുടിച്ചു. ഡോക്ടർ ജേക്കബ് ജോൺ പിന്നിലായി വിളിക്കുമെന്ന് സോളമന് ധൈര്യ വ്യാമോഹം തോന്നി. പക്ഷേ വിളിച്ചില്ല. അയാൾ ചെന്ന് കാറിൽ കയറി. അപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ബാക്ക് സീറ്റിൽ വെച്ചിരുന്ന ബ്രീഫ് കേസ് എടുത്ത് അയാൾ തുറന്നു.
മുന്തിരിത്തോട്ടത്തിൽ വെച്ച് അയാൾ സോഫിയയുടെ കുറെ ഫോട്ടോകൾ എടുത്തിരുന്നു. അതിലൊരെണ്ണം അയാൾ സെലക്ട് ചെയ്തു. പഴുത്തി വിളഞ്ഞു തൂങ്ങുന്ന മുന്തിരിക്കുലകളുടെ പശ്ചാത്തലത്തിൽ ഒരു മാലാഖയെ പോലെ മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്ന സോഫിയയുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരുന്നു അത്. അരയ്ക്ക് മീതെ മാത്രം ദൃശ്യമായിരുന്നു അവൾ. ആ ഫോട്ടോയുമായി അയാൾ വീണ്ടും റിസപ്ഷനിലേക്ക് ചെന്നു. മാഡം, എനിക്കൊരു എൻവലപ്പ് തരുമോ? റിസപ്ഷനിസ്റ്റിനോട് സോളമൻ ചോദിച്ചു. ക്ലബിന്റെ ലോഗോ പ്രിന്റ് ചെയ്ത ഒരു കവറെടുത്ത് അവൾ അയാൾക്ക് കൊടുത്തു. ഫോട്ടോയുടെ പിൻവശത്ത് സോഫിയ എന്നെഴുതി അത് കവറിലിട്ടൊട്ടിച്ച് ഡോക്ടർ ജേക്കബ് ജോൺ എന്ന് പേരെഴുതി അയാൾ റിസപ്ഷനിസ്റ്റിനെ ഏൽപ്പിച്ചു. ഇത് ഡോക്ടർക്ക് കൊടുക്കണം. തീർച്ചയായും കൊടുക്കാം. സോളമൻ ചെന്ന് കാറിൽ കയറി. പോകാം, അയാൾ പറഞ്ഞു. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിൻസീറ്റിലേക്ക് ചാരിക്കിടന്ന് സോളമൻ കണ്ണുകളടച്ചു. ഇനി വേറൊന്നും ചെയ്യാനില്ല, കാത്തിരിക്കുകയല്ലാതെ. മനസ്സമാധാനത്തിന് വേണ്ടി ബൈബിൾ എടുത്ത് സങ്കീർത്തനങ്ങൾ വായിക്കുകയായിരുന്നു സോഫിയ. അപ്പോഴാണ് ഫാം ഹൗസിന്റെ മുമ്പിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ബൈബിൾ മടക്കി വെച്ചിട്ട് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടിച്ചെന്നു. സോളമനാണ് കാറിൽ നിന്നിറങ്ങിയത്. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കണ്ടോ എന്റെ പപ്പയെ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ഇല്ല. അയാൾ ടാക്സിയുടെ കൂലി കൊടുത്തു. സോഫിയയുടെ മുഖം വാടി. എന്താ, കാണാൻ സമ്മതിച്ചില്ലേ? അവൾ ചോദിച്ചു. സ്ഥലത്തില്ല, ഫാമിലിയുമായി ടൂർ പോയിരിക്കുക. പോയിട്ട് വരട്ടെ. ഉദാസീന മട്ടിൽ അയാൾ പറഞ്ഞു. സോഫിയയെ നിരാശപ്പെടുത്തേണ്ട എന്നായിരുന്നു സോളമന്റെ തീരുമാനം. പപ്പയെ കണ്ട കാര്യം പറഞ്ഞാൽ എല്ലാം പറയേണ്ടി വരും. അവൾക്കത് വിഷമമാകും. ദുഃഖിക്കുന്ന മുഖവുമായി അവളെ കാണാൻ വയ്യ. ഇനിയിപ്പം എന്നാ ചെയ്യും? ഖേദത്തോടെ അവൾ അയാളെ നോക്കി. ഹാർവസ്റ്റിന് സമയമായല്ലോ. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് മതി ഇനി നമ്മുടെ കെട്ട്. എന്താ, പോരെ? മതി എന്നർത്ഥത്തിൽ അവൾ തലകുലുക്കി. സോളമന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക, എപ്പോഴും സോളമന്റെ സഹായിയായി നിൽക്കുക. അതിൽ പരം എന്താനന്ദമാണ് അവൾക്ക് കിട്ടാനുള്ളത്? എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു നേർത്ത വിഷാദം മാഞ്ഞു പോകാതെ നിന്നു. ആഗ്രഹിച്ചു ചെന്നിട്ട് പപ്പയെ കാണാൻ സാധിച്ചാലും തന്നെ പപ്പ തള്ളിപ്പറഞ്ഞാലോ? അതേ സംഭവിക്കൂ. എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. സോളമന് കാപ്പി എടുക്കാനായി സോഫിയ കിച്ചണിലേക്ക് ഓടി. കാപ്പി കുടിച്ചിട്ട് സോളമൻ ഉറങ്ങാൻ കിടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു മനസ്സിനും ശരീരത്തിനും. അയാൾ ഏറെ നേരം കിടന്നുറങ്ങി. പിന്നെ ഉണർന്ന് ജനാലയിലൂടെ നോക്കിയപ്പോൾ മുറ്റത്തെ ഡാലിയ ചെടികളുടെ ഇടയിൽ സോഫിയ ഉലാത്തത് അയാൾ കണ്ടു. ഏറിയാൽ ഇനി 1 മാസം കൂടി. അതിനുള്ളിൽ ചിലപ്പോൾ. പിറ്റേന്ന് കാലത്ത് അയാൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ഉച്ചയോടടുപ്പിച്ചാണ് തിളങ്ങുന്നൊരു വലിയ കാർ ഫാം ഹൗസിന്റെ മുമ്പിൽ വന്ന് നിന്നത്. പച്ച നിറമുള്ള കാറായിരുന്നു അത്. കറുത്ത ഗ്ലാസുകൾ ഉയർത്തി വച്ചിരിക്കുകയായിരുന്നു. കാറിനുള്ളിൽ ആരാണെന്നുള്ളത് സോഫിയയ്ക്ക് മനസ്സിലായില്ല. കാറിന്റെ ഡോർ തുറക്കപ്പെടുന്നതും കാത്ത് അവൾ ഉയരുന്ന നെഞ്ചിടിപ്പോടെ വാതിലിന്റെ മറവിൽ നിന്നു. കാറിന്റെ ഡോർ തുറന്നിറങ്ങിയ ഡോക്ടർ ജേക്കബ് ജോണിനെ കണ്ട് സോഫിയ ഞെട്ടി. പപ്പ! വിശ്വാസം വരാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. 4 or 5 വയസ്സുള്ളപ്പോൾ തന്റെ നിർബന്ധം സഹിക്കവയ്യാതെ മമ്മി കൊണ്ടു ചെന്ന് കാണിച്ചതിന്റെ ഓർമ്മ ഇപ്പോഴുമുണ്ട്. കൈപ്പു നിറഞ്ഞ ഒരു ഓർമ്മ. ജേക്കബ് ജോൺ സങ്കോചത്തോടെ ഗേറ്റ് തുറന്ന് ഫാം ഹൗസിന്റെ മുറ്റത്തേക്ക് കയറി വന്നു. വാതിൽ തിരശ്ശീലയുടെ മറവിൽ നിന്നുകൊണ്ട് സോഫി അയാളെ തന്നെ നോക്കി. ഫോട്ടോയിൽ കാണുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസമേയുള്ളൂ മുഖത്തിന്. തടി അല്പം കൂടിയിട്ടുണ്ടെന്ന് മാത്രം. ജേക്കബ് ജോൺ ഒന്ന് മടിച്ച് മുറ്റത്ത് തന്നെ നിന്നു. സോഫിയ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി ചെന്നു. അയാൾ അവളെ ആശ്ചര്യത്തോടെ ഒന്ന് നോക്കി. മോളെ. അവൾ കേൾക്കാൻ കൊതിച്ച വാക്ക് അയാളുടെ ചുണ്ടുകൾക്കിടയിലൂടെ വന്നു. അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. മോൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഉള്ളിലുണ്ടായ സന്തോഷം അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. ഞാൻ നിന്റെ പപ്പയാ മോളെ. അനായാസമായിട്ടാണ് ആ വാക്കുകൾ പുറത്തേക്ക് വന്നത്. അല്ല, ഡോക്ടർ ജേക്കബ് ജോൺ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സോഫിയ നിർവികാരത നടിച്ചു. മനസ്സിലായി. എനിക്ക് മാപ്പ് തരാൻ പറ്റില്ല നിനക്ക്. ഓർമ്മയിൽ എപ്പോഴും നീ ഉണ്ടായിരുന്ന മോളെ. 4 വയസ്സുള്ളൊരു മോളായിട്ട്. ഇപ്പോൾ സോളമൻ വന്നപ്പോഴാണ്, അവനെല്ലാം പറഞ്ഞപ്പോഴാണ്. അവൾക്ക് വിശ്വാസം വന്നില്ല. നിങ്ങൾ തമ്മിൽ കണ്ടായിരുന്നോ? കണ്ടു. അവനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു കാണില്ല. മനസാക്ഷി ഇല്ലാത്തവനെ പോലാണ് ഞാൻ അന്ന് പെരുമാറിയത്. പക്ഷെ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ പിന്നെ അടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നീ എന്നോട് ക്ഷമിക്കും മോളെ. പെട്ടെന്ന് അവളുടെ ഹൃദയം അലിഞ്ഞു. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ. അവളുടെ ഇരു ചുമലുകളിലും കൈകൾ വെച്ച് അയാൾ പനിനീർപ്പൂ പോലെയുള്ള അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പപ്പ. അവർ ഒരാലിംഗനത്തിൽ അമർന്നു. എനിക്ക് പപ്പയോട് ദേഷ്യമില്ല, പകയില്ല,
സങ്കടം മാത്രമേയുള്ളൂ. എന്നാലും എന്നെ തേടി ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്കത് മതി. ഞാൻ വന്നത് സോളമന് നിന്നെ കെട്ടിച്ചു കൊടുക്കാനാ മോളെ. നിന്റെ പപ്പയായിട്ട് നിന്ന് നിന്റെ മാരേജ് ഞാൻ നടത്തും. വെളിയിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. പപ്പ വാ, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ അയാളുടെ കൈപിടിച്ചു വലിച്ചു. ജേക്കബ് ജോണിനെ അവൾ സ്വീകരണ മുറിയിൽ കൊണ്ടുചെന്നിരുത്തി. സോളമൻ എവിടെ? പെട്ടെന്ന് അയാൾ ചോദിച്ചു. തോട്ടത്തിലേക്ക് പോയിരിക്കുക. ഉച്ചയ്ക്ക് മുമ്പ് വരും. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് നിന്നെ കണ്ടോണ്ടിരുന്നാൽ മാത്രം മതി. ഇവിടെ വന്നിരിക്കേ, അയാൾ അഭ്യർത്ഥിച്ചു. ഞാൻ ഇപ്പം വരാം. സോഫിയ കിച്ചണിലേക്ക് ഓടി. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മാത്തച്ഛൻ. മാത്തച്ചായ, ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആരാ മോളെ? ചപ്പാത്തിക്ക് മാവ് പരത്തുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. പറയാം, ഇങ്ങോട്ട് വന്നേ. അവൾ നിർബന്ധപൂർവ്വം മാത്തച്ഛനെ മുൻവശത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഇതാരാണെന്ന് മനസ്സിലായോ? എന്റെ പപ്പയാ, ഡോക്ടർ ജേക്കബ് ജോൺ. കൊച്ചിയിലെ വലിയ പീഡിയാട്രീഷ്യനാ. അവൾ അഭിമാനത്തോടെ പറഞ്ഞു. അയാൾ ആശ്ചര്യത്തോടെ ഡോക്ടറെ നോക്കി. മോള് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പറ്റി. പപ്പ, ഇത് മാത്തച്ചായൻ, ഞങ്ങളുടെ അന്നദാതാവ്. 3 പേരും ചിരിച്ചു. പപ്പയും മോളുമെന്ന് സംസാരിക്കേ, ഞാനിപ്പം വരാം. മാത്തച്ഛൻ കിച്ചണിലേക്ക് മടങ്ങി. സെറ്റിയിൽ അടുത്തടുത്തിരുന്ന് പപ്പയോട് സോഫിയ സംസാരിച്ചു. ഇടയ്ക്ക് മാത്തച്ചായൻ അവർക്ക് കാപ്പിയും കേക്കും കൊടുത്തു. സോളമൻ തോട്ടത്തിൽ നിന്ന് വന്നപ്പോൾ 12 മണി കഴിഞ്ഞു. കേരള രജിസ്ട്രേഷനിലുള്ള വലിയ കാർ മുൻവശത്ത് കിടക്കുന്നത് കണ്ട് അയാളൊന്ന് പകച്ചു. ആരാണ് വന്നിരിക്കുന്നത്? ഡോക്ടർ ജേക്കബ് ജോൺ? ഏയ്, സാധ്യത കുറവാണ്. ജീപ്പിൽ നിന്നിറങ്ങിയ അയാൾ ഫാം ഹൗസിലേക്ക് കയറി ചെന്നു. സോളമനെ കണ്ട് സോഫിയ പെട്ടെന്ന് എഴുന്നേറ്റു. എന്റെ പപ്പ വന്നു, എന്നെ കാണാൻ എന്റെ പപ്പ വന്നു. അവൾ ആഹ്ലാദത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ തോൽക്കാൻ തന്നെ ഡോക്ടർ തീരുമാനിച്ചു അല്ലേ? അല്ല സോളമൻ, ഇതെന്റെ വിജയമാണ്. നഷ്ടപ്പെട്ടു പോയ എന്റെ മകളെ ഞാൻ വീണ്ടെടുത്തില്ലേ? ശരിയാണ്. സോളമൻ അയാളുടെ അടുത്തിരുന്നു. അവർ 3 പേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. മാത്തച്ഛൻ വിളമ്പിയ ഭക്ഷണം 3 പേരും കഴിച്ചു. പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ പള്ളി വികാരിയെ കാണണം. എത്രയും വേഗം നിങ്ങളുടെ കെട്ട് നടത്താനുള്ള ഏർപ്പാടുകൾ പള്ളിയിൽ ചെയ്യണം. സോളമനും സോഫിയയും പരസ്പരം നോക്കി. സോഫിയയുടെ പപ്പയായി നിന്നുകൊണ്ട് ഞങ്ങളെ മാരേജ് നടത്തിത്തരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഡോക്ടറുടെ ഫാമിലി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? മരിയയ്ക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. പെട്ടെന്നൊന്നും അറിയിക്കാനും പറ്റില്ല. സാവകാശം ഞാൻ അവളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. മാരേജിന് ഞാനിവിടെ ഉണ്ടായാൽ മതിയല്ലോ. മതി. ഭക്ഷണം കഴിച്ചിട്ട് സോളമനും ഡോക്ടർ ജേക്കബ് ജോണും കൂടി അലോഷ്യസ് അച്ഛനെ കാണാനായി പുറപ്പെട്ടു. ഡോക്ടറുടെ കാറിലാണ് അവർ പോയത്. സോളമനെ കുറിച്ച് ഞാനൊന്നും അന്വേഷിച്ചില്ലല്ലോ, കാറോടിക്കുന്നതിനിടയിൽ ജേക്കബ് ജോൺ പറഞ്ഞു. എന്റെ പപ്പ നേരത്തെ മരിച്ചുപോയി. അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. ബാംഗ്ലൂരിലാണ് മമ്മ താമസം. ഇവിടെ മുന്തിരിത്തോട്ടമുള്ളതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇവിടെയാണ് താമസം. ഇടയ്ക്കും അമ്മയെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോകും. അങ്ങനെ പോയ ഒരവസരത്തിലാണ് തൊട്ടടുത്ത വീട്ടിലെ പുതിയ താമസക്കാരെ പരിചയപ്പെട്ടിയത്. ആ കഥകളെല്ലാം സോളമൻ അയാളോട് പറഞ്ഞു. ഡോക്ടർക്ക് സഹിക്കാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് വയലോക്കാരൻ സോഫിയയെ ചാഷിപ്പിച്ച കാര്യം മാത്രം അറിയിച്ചില്ല. അവർ പള്ളിമേടയിലെത്തി. ഭാഗ്യത്തിന് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനെ കാണാൻ വന്നതാണ് ഞങ്ങൾ, ആദരപൂർവ്വം സോളമൻ പറഞ്ഞു. അച്ഛൻ ചോദ്യഭാവത്തിൽ ജേക്കബ് ജോണിനെ ഒന്ന് നോക്കി. സോഫിയയുടെ പപ്പയാണ്, എറണാകുളത്ത് പേരെടുത്ത ഡോക്ടറാണ്, ഡോക്ടർ ജേക്കബ് ജോൺ. വരൂ. അച്ഛൻ അവരെ ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ സോഫിയയുടെ യഥാർത്ഥ പപ്പ തന്നെ വന്നു അല്ലേ? മേശയുടെ എതിർവശത്ത് 2 പേരിലും ഇരുന്നു കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ അലോഷ്യസ് അച്ഛൻ ചോദിച്ചു. ദേവഹിതം പോലെയല്ലേ അച്ഛൻ എല്ലാം നടക്കൂ? ജേക്കബ് ജോൺ വിനീതനായി. യു ആർ റൈറ്റ്. അവിടെ നിന്നറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരില പോലും അനങ്ങുന്നില്ല. ഡോക്ടറെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കി. തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അച്ഛന് ഡോക്ടർ നൽകി. ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി അച്ഛോ, ഞാൻ വരാം. സോഫിയയുടെ മമ്മി? സോളമനെ അച്ഛൻ നോക്കി. ഞാൻ കൊണ്ടുവരാം. പക്ഷേ 1 മാസമെങ്കിലും കഴിയാതെ അവർക്ക് നടക്കാൻ കഴിയുമെന്ന് തോന്നില്ല. എന്നാലും ഞാൻ കൊണ്ടുവരാം. സോളമൻ ഏറ്റു. അലോഷ്യസ് അച്ഛൻ ഡയറി എടുത്ത് പേജുകൾ മറിച്ചു നോക്കി. ഈ മാസം 17-ാം തീയതി ആയാലോ? അന്ന് ശനിയാഴ്ചയാണ്. ഭിത്തിയിലെ കലണ്ടറിലേക്ക് ജേക്കബ് ജോണിന്റെ കണ്ണുകൾ ചെന്നു. ഇനി 14 ദിവസം കൂടിയുണ്ട്. എനിക്ക് അസൗകര്യമൊന്നുമില്ല അച്ചോ, അയാൾ പറഞ്ഞു. അതിനു മുമ്പ് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് എന്തെങ്കിലും മാർഗത്തിൽ പരിഹരിച്ചോളാം. അച്ഛൻ എന്തിനും തയ്യാറായി. അരമണിക്കൂറിന് ശേഷമാണ് സോളമനും ജേക്കബ് ജോണും പള്ളിമേടയിൽ നിന്നിറങ്ങിയത്. അവരുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ മറ്റൊരു കാർ എതിരെ വന്ന് അവരെ കടന്ന് പള്ളിമേടയുടെ മുറ്റത്തേക്ക് ചെന്ന് നിന്നു.
കാറിൽ നിന്ന് ലാസറും ജോബുമാണ് ഇറങ്ങിയത്.